കേവലം ഒരു സംഘടനയായി വിലയിരുത്താൻ പറ്റാത്ത മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതശൈലി ഇപ്പോൾ നമ്മുടെ കേരളത്തിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലും നിലനിർത്തുന്നത് സമസ്തയാണെന്ന് പറയുമ്പോൾ ഇസ്ലാം സമസ്തയും ഇവിടെ ഒന്നായി മാറി. ಪುತ್ತೂರು ತಂಗಳ್ ವೇದಿಕೆಯನ್ನು ಅಲಂಕರಿಸುತ್ತಿದ್ದಾರೆ. ಪುತ್ತೂರು ತಂಗಳರವರಿಗೆ ಸ್ವಾಗತವನ್ನ ಕೋರುತ್ತಿದ್ದೇವೆ. ಅದೇ ರೀತಿ ಕೇಳುಗರು ತದೇಕ ಚಿತ್ತದಿಂದ ಆಲಿಸುವ ಮನ ಮುಟ್ಟುವ ವಾಗ್ದೋರಣಗಳಿಂದ ಲಕ್ಷಾಂತರ ಜನ ಹೃದಯಗಳಲ್ಲಿ ನವ ಚಿಂತನೆಯ ಚಿಲುಮೆಯನ್ನ ಚಿಮ್ಮಿಸಿದ ಅಬ್ದುಲ್ ಸಮದ್ ಪುಕೋಟೂರು ಈ ವೇದಿಕೆಯನ್ನ ಅಲಂಕರಿಸುತ್ತಿದ್ದಾರೆ. ಸ್ವಾಗತಿಸುತ್ತಿದ್ದೇವೆ. സമസ്തയുടെ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് സമസ്ത എന്ന് അറിയാതെ ഇവിടെ സാധാരണക്കാർ നട്ടം തിരിയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇവിടെ ഉണർത്തുകയാണ്. സമസ്ത എന്ന് പറയുന്നത് അത് പണ്ഡിതന്മാരുടെ സഭയാണെന്ന് എല്ലാവർക്കും അറിയാം. പണ്ഡിതൻ ആരെന്ന് നമുക്കറിയാം. ഉലമാഉ ദുനിയ, ഉലമാഉൽ ആഖിറ. ദുന്യവിയാ പണ്ഡിതൻ, ഉഖ്റവിയാ പണ്ഡിതൻ, ഇങ്ങനെ രണ്ട് വിഭാഗം പണ്ഡിതന്മാർ. ഇതെല്ലാം പൂർവികരായ പണ്ഡിതന്മാർ, മഹത്തുക്കളായ നേതാക്കൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഇവിടെ പണ്ഡിതന്മാരുടെ നിലയിൽ നാം എണ്ണുമ്പോൾ ഒന്നാമതായി ഇബ്ലീസിനെ തന്നെ നാം പണ്ഡിതനായി എണ്ണേണ്ടി. ഇബ്ലീസ് മലക്കുകൾക്ക് വരെ ക്ലാസ് എടുത്തു കൊടുത്ത അവരുടെ വരെ ഉസ്താദായ ഇബ്ലീസ്. ആ ഇബ്ലീസ് ചെയ്തതായ ഒരു അപരാധം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം മലക്കുകളുടെയും ഇബ്ലീസിന്റെയും ഉസ്താദായി മാറിയ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ധിക്കരിച്ചതായി. അതോടുകൂടെ ഇബ്ലീസിന്റെ അധപ്പതനം തുടക്കം കുറിക്കുകയുണ്ടായി. അപ്പോൾ ഒന്നാമത്തെ പണ്ഡിതനായ ഇബ്ലീസ് തന്നെ ഇവിടെ ഉസ്താദുമാരെ ധിക്കരിച്ചപ്പോൾ അവൻ അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് മുഖം കുത്തി. പിന്നീട് ഖുർആൻ പരിചയപ്പെടുത്തുന്ന നിരവധി പണ്ഡിതന്മാർ, ബൽആം ഇബ്നു വാഉറ അതും വലിയ പണ്ഡിതനായിരുന്നു. അയാൾ വലിയ പണ്ഡിതനായിരുന്നു. തന്റെ കാലത്തെ തന്റെ ഉസ്താദും നേതാവും തന്റെ കാലത്തെ പ്രവാചകനുമായിരുന്ന മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ ബൽആം തിരിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബൽആമിനെ അവസാനം വിശേഷിപ്പിക്കുന്നത് നായയാണ്. മസലുഹു കമസലിൽ കൽബ്, അവൻ നായയാണ്. ഇങ്ങനെ ഇബ്ലീസിന്റെ സ്ഥിതി, ബൽആമിന്റെ സ്ഥിതി, ഇങ്ങനെ ഒരുപാട് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരുടെ സ്ഥിതി നാം പരിശോധിക്കുമ്പോൾ അവരാരും പണ്ഡിതന്മാരല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അവർക്കൊക്കെ ചില ശാപങ്ങൾ ചില ഭാഗത്തു നിന്ന് ഏൽക്കേണ്ടി വന്നപ്പോൾ അതിലൂടെ അവർ അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് മുഖം കുത്തി വീഴുകയുണ്ടായി. ഇതെല്ലാം ഞാൻ നൽകുന്ന ചില സൂചനകൾ മാത്രമാണ്. ഇങ്ങനെ ഉസ്താദുമാർക്കെതിരെ ആരെല്ലാം എവിടെയെല്ലാം രംഗത്തിറങ്ങിയിട്ടുണ്ടോ അവർക്കൊക്കെ യഥാർത്ഥത്തിൽ അവസാനം പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഉസ്താദ് എന്ന് പറയുമ്പോൾ ഒരു ഉസ്താദ് എന്ന് പറഞ്ഞാൽ അവൻ തന്റെ ശിഷ്യനെ യഥാർത്ഥ വഴിയിലേക്ക്, യഥാർത്ഥ സരണിയിലേക്ക്, യഥാർത്ഥ ശരീഅത്തിലേക്ക് വഴി കാട്ടുന്ന മുർഷിദാണ്. അപ്പോഴേ ഉസ്താദാവുന്നു. ഉസ്താദ് എന്ന പേരുള്ളത് കൊണ്ട് മാത്രം ഒരാൾ ഉസ്താദാവുന്നു. അങ്ങനെ ഒരാൾ ഉസ്താദ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ശിഷ്യന്മാരുണ്ടാകുമ്പോൾ ആ ശിഷ്യന്മാർക്ക് പിന്നെ ഉസ്താദിനെ പറ്റി മതിപ്പ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ഉസ്താദ് അല്ലാതെ മാറുകയും ചെയ്യും. അത് മറ്റൊരു. എങ്കിൽ ഇവിടെ ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമസ്യയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ നാം വിലയിരുത്തുമ്പോൾ ആ പണ്ഡിതന്മാരുടെ നേരത്തെ നാം സൂചിപ്പിച്ച മുൻനിരയിലുള്ള കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാമനീഷിയൻ മുസ്ലിംകളെന്നോ അമുസ്ലിംകളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും മനസ്സിലാക്കില്ല. ഉസ്താദിന്റെ മരണശേഷം വായക്കാട് പരിസരത്ത് മുഴുവൻ അത് തെളിയിച്ച അത്രക്കും വലിയ വ്യക്തിത്വത്തിന്റെ ഉടമായ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദിനെ ഇവിടെ അവസാനം വേദനിപ്പിക്കുകയും ആ ഉസ്താദിനെ കൊണ്ട് അവസാനം സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ നീ മുഖം കെടുത്തണമേ എന്ന് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്ത ആളുകൾ ഈ അടുത്ത് എന്നെ ഒരു സുഹൃത്ത് വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയുണ്ടായി. കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഒരു തറക്കല്ലിടൽ പരിപാടി നടന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. ആ പരിപാടി നടന്ന ശേഷം എന്റെ സുഹൃത്ത് എന്നെ വിളിച്ചുകൊണ്ട് എന്നോട് പറയുകയാണ്,
പ്രിയപ്പെട്ട സുഹൃത്ത്, വളരെ വിനയത്തോടുകൂടി നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഒരു കാര്യം നിന്നെ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ അനുഗ്രഹീത വേദിയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും പണ്ഡിത പ്രതിഭകളായ നേതാക്കളെ, ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രദേശത്തെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ നേതാക്കളെ, ഈ സമ്മേളനം പ്രൗഢമാക്കിക്കൊണ്ട് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രാസ്ഥാനിക പ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിനുവേണ്ടി പരിശ്രമിച്ചവർക്കും ഒക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹതപ്പെട്ട പ്രതിഫലം ഇരു വീട്ടിലും നൽകുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗം ജബ്ബാർ ഉസ്താദ് അടക്കമുള്ള പ്രമുഖരായ ആളുകൾ നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്റെ അഭിമന്യ സഹപ്രവർത്തകർ, പ്രമുഖരായ 3 പേർ, 3 സഖാഫിമാർ, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അവർ പഠിച്ച സ്ഥാപനത്തിൽ പഠിച്ച ഒരു പ്രമുഖനായ പണ്ഡിതൻ നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി സജ്ജരായിട്ട് അഭിനന്ദനായ മലയമ്മ സഖാഫിയുടെ പ്രസംഗം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നതിന് എനിക്ക് ഖേദമുണ്ട്. കാരണം മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ നേരത്തെ പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ടെന്നറിയുകയും അതിൽ പങ്കെടുക്കണമെന്ന് നേരത്തെ നിങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരോടുകൂടി നീതി പ്രവർത്തകരെ കൊണ്ട് ഒരല്പസമയം നിങ്ങളുമായി സംവദിക്കാൻ അവസരമുണ്ടാക്കി എന്ന് മാത്രമേ. അഭിനന്ദനായ എന്റെ സുഹൃത്ത് ഹസൻ സഖാഫി, അതുപോലെ തന്നെ ജലീൽ സഖാഫി തുടങ്ങിയവർ നിങ്ങൾ അഭിസംബോധന ചെയ്യും. ആ 3 പ്രമുഖരായ പ്രാസ്ഥാനിക പ്രവർത്തകരുടെ പ്രഭാഷണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ സ്ഥാപനത്തിൽ പഠിക്കുകയും ആ സ്ഥാപനത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ നമുക്കിവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട അഷ്റഫ് മൗലവി നമ്മുടെ വേദിയിൽ. അദ്ദേഹം നിങ്ങൾ സഖാഫി എന്ന് പറയാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടി താല്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ. ഒരുപക്ഷെ അത്തരം ഒരാളെ വേദിയിൽ ഹാജരാക്കിയതിനു ശേഷം പിന്നീട് പറയും സ്ഥാപനത്തിൽ നിന്ന് സനത് വാങ്ങിയ ആളല്ല, അദ്ദേഹം ആ സനത് വാങ്ങിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ പേര് ആ രീതിയിൽ തന്നെ സത്യസന്ധമായി പറയും. അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കുവാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുകയാണ്. അവരുടെ പ്രസംഗം നിങ്ങൾ ഭംഗിയായി ശ്രവിക്കുകയും പ്രാസ്ഥാനിക രംഗത്ത് അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് എന്റെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരോട് ഞാൻ ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 4 പതിറ്റാണ്ട് കാലത്തെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ദിശാബോധം പകർന്ന ശൈഖുന ശംസുൽ ഉലമ, ആ മഹാനുഭാവന്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി, ആ സ്മരണയ്ക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവരുടെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരുമാറാവട്ടെ.
അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ഈ നാടിന്റെ നാനാഭാഗത്തുമുണ്ടെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഷെയ്ഖുനായോടുള്ള ആ സ്നേഹം കൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെയും ഈ അനുസ്മരണ സമ്മേളനത്തിൽ വളരെ സജീവ താല്പര്യത്തോടു കൂടി പങ്കെടുത്തിരിക്കുന്നത് എന്ന് കൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ നമുക്ക് സമൂഹത്തോട് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമാണ് പരിചയപ്പെടുത്താനുള്ളത്. കേരളത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഈ കർണാടക പ്രദേശം, വിശിഷ്യ നമ്മുടെ മലയാളികൾ അവിടെ പ്രാസ്ഥാനിക പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പൂർവ്വകാല മഹത്തുക്കളായ പണ്ഡിതന്മാരിൽ നിന്ന് ലഭ്യമായ ആവേശത്തിന്റെ ഒരു ബഹുസ്ഫുരണമാണ്. മലയാളി മുസ്ലിങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ലോക മുസ്ലിമീങ്ങൾക്ക് മാതൃകയാണ്. ഇന്ത്യയിൽ പോലും മലയാളി മുസ്ലിങ്ങളെ പോലെ പ്രൗഢമായ ദീനീ പ്രബോധനവും പ്രവർത്തനം നടത്തുന്ന മറ്റൊരു വിഭാഗമില്ല. ഈ കേരളക്കരയെ പോലെ തന്നെ, കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം പോലെ തന്നെ സമത്വയുടെ സന്ദേശം മലയാളി മുസ്ലിങ്ങൾ എവിടെയൊക്കെ എത്തിച്ചിട്ടുണ്ടോ ആ പ്രദേശങ്ങളിൽ മുഴുവൻ സംസ്ഥാനത്തിന്റെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ സന്ദേശം കടന്നുപോയിട്ടുണ്ട്. എന്താണ് സമത്വയുടെ സന്ദേശം എന്ന് പറയുന്നത്? അതൊരു പുതിയ സന്ദേശമല്ല. സമത്വ കേരള ജംഇയ്യത്തുൽ പുതിയൊരു സന്ദേശമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ആ തിരുസുന്നത്തും അതുപോലെ തന്നെ സ്വഹാബത്ത് ഈ സമൂഹത്തിൽ കാണിച്ചു കൊടുത്ത മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ സുന്നത്തും മഹാന്മാരായ സ്വഹാബത്തിന്റെ ജമാഅത്ത്, ആ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ആ പന്ഥാവ് ശരിക്കും ജനങ്ങൾക്ക് നിലനിർത്തി കൊടുക്കുകയും പ്രചരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് സമത്വയുടെ ദൗത്യം. അതൊരിക്കലും പുതുമയുള്ളതല്ല. 100% പഴഞ്ചന, 100% നമ്മുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. ആ പ്രവർത്തനം നിർവഹിക്കുക മാത്രമാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തത്. അത് ചെയ്യാൻ സമത്വയെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ സമത്വയുടെ രൂപീകരണത്തിന് പശ്ചാത്തലം ഒരുക്കിയത് മഹാന്മാരുടെ പ്രചരിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചിന്താഗതിക്ക് വിരുദ്ധമായി നമ്മുടെ മുസ്ലിം സമൂഹത്തിനിടയിൽ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ ചിലർ ശ്രമിച്ചു. ആശയപരമായി നമ്മുടെ സമൂഹത്തെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു. ആ അപകടകരമായ പ്രവണത മുന്നിൽ കണ്ടുകൊണ്ട് ആലിമീങ്ങൾ പൂർവ്വകാല പാരമ്പര്യത്തിൽ ജനങ്ങളെ നിർത്തണം എന്ന് തീരുമാനിച്ചു. കാരണം നമ്മുടെ പാരമ്പര്യം പൂർവീക പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ തന്നെ നമ്മൾ നിൽക്കണമെന്നാണ് പരിശുദ്ധ ദീൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും സത്യവാന്മാർക്കൊപ്പം നിൽക്കുകയും ചെയ്യും. സത്യവാന്മാർക്കൊപ്പം നിൽക്കുവാനാണ് സമത്വ പറഞ്ഞത്. സത്യത്തിന്റെ വക്താക്കൾക്കൊപ്പം നിൽക്കണമെന്നാണ് അതിന്റെ താല്പര്യം. മഹാന്മാരായ പ്രവാചകന്മാർ പടച്ചറപ്പിലൂടെ തേടിയത് പോലും അങ്ങനെയാണ്. ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളാണല്ലോ പ്രവാചകന്മാർ. ആ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട യൂസുഫ് നബി തങ്ങൾ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് പറഞ്ഞത്, റബ്ബി ഖദ് അതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം എന്നാണ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളുടെ കൂടെ നീ ചേർക്കണമെന്ന് പ്രാർത്ഥിച്ചു. സ്വാലിഹീങ്ങളുടെ കൂടെ ചേർക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ സജ്ജനങ്ങളുടെ കൂടെ ചേരുക എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ വിജയ നിദാനമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒട്ടനവധി ഉദാഹരണമുണ്ടല്ലോ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറുമ്പിന്റെ ശബ്ദം കേട്ട അനുഗ്രഹം, ആ അനുഗ്രഹത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു പടച്ചറബിനോട് എന്താ പറഞ്ഞത്? ഉറുമ്പിന്റെ സംസാരം കേൾക്കുകയും തിരിച്ചറിയുകയും ചെയ്ത സന്ദർഭത്തിൽ സുലൈമാൻ നബി തങ്ങൾ പടച്ചറബിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. നിന്റെ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ, നല്ലോരെ കൂടെ ചേർക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാണ് നമ്മുടെ തേട്ടം. നേരിന്റെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേരിന്റെ മാർഗം എങ്ങനെ പരിചയപ്പെടുത്തി? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അനുഗ്രഹീതരുടെ പാത. അല്ലാഹുവിന്റെ പാത എന്നല്ല, ഇസ്ലാമിന്റെ പാത എന്നല്ല. അതൊക്കെ ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകുമെന്നതുകൊണ്ട് പടച്ച റബ്ബ് പറഞ്ഞു സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അനുഗ്രഹീതരുടെ പാത. ഈ അനുഗ്രഹീത